ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്ന് മുതൽ +2 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. +2-ന് പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ സേ പരീക്ഷയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും വേണ്ടി തയ്യാറാവുന്ന കുട്ടികൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എക്കണോമിക്സ് 2 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട് 1-ൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം. രണ്ടാമത്തത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. മൂന്നാമത്തത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവും. 4 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിട മത്സരം. 5 മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ. അപ്പോൾ 5 ചാപ്റ്റേഴ്സാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അടുത്തത് മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് നോക്കാം. മാക്രോ എക്കണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം. രണ്ടാമത്തത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദേശീയ വരുമാനം കണക്കാക്കൽ. 3 മണി ആൻഡ് ബാങ്കിങ്, പണവും ബാങ്കിങ്ങും. 4 ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം, വരുമാനം നിർണ്ണയിക്കൽ. 5 ഗവൺമെൻറ് ബജറ്റ്. 6 ഓപ്പൺ ഇക്കോണമി മാക്രോ എക്കണോമിക്സ്, തുറന്ന സമ്പദ് വ്യവസ്ഥ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇങ്ങനെ 2 ഭാഗത്തായിട്ട് 11 ചാപ്റ്റേഴ്സാണ് +2 എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം. ഇപ്പോൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ ആദ്യം നോക്കേണ്ടത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. മെയിൻ റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലംസ്. ഇവിടെ 4 കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്. രണ്ടാമത്തത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, പക്ഷെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പരിമിതമാണ്. മൂന്നാമത്തത് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, ഒരു വിഭവത്തിന് തന്നെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട്. ഉദാഹരണം, നമുക്ക് പെട്രോൾ, അതൊരു ഇന്ധനമാണ്. പെട്രോൾ എന്തിനൊക്കെ ഉപയോഗിക്കും? വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരേ വിഭവത്തിന് തന്നെ എന്തുണ്ടായിരിക്കും? പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടായിരിക്കും. നാലാമത്തത് റിസോഴ്സസ് ഹാവ് ഡിഫറൻറ്റ് പ്രയോറിറ്റീസ്, ഓരോ വിഭവങ്ങളുടെയും മുൻഗണന വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ഈ കേന്ദ്ര പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ. എവരി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓരോ സമൂഹത്തിനും ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. സിൻസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ഓൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്, പക്ഷേ വിഭവങ്ങൾ പരിമിതമാണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു പ്രയോറിറ്റൈസ് ആൻഡ് ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മുൻഗണനാ ക്രമത്തിൽ എഴുതണം. അതിനുശേഷം അത് തീരുമാനിക്കുക. അതിനുശേഷം എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. അതിനുശേഷം അതിൻ്റെ അളവ് തീരുമാനിക്കുക. അപ്പോൾ ഇതിനെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ദിസ് ക്വസ്റ്റ്യൻ ഇംപ്ലൈസ് വിച്ച് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ടു ബി യൂസ്ഡ്. ഈ ചോദ്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഏത് രീതി ഉപയോഗിച്ചാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. അപ്പോൾ ഇവിടെ 2 തരം ഉൽപ്പാദന രീതികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ദ ടെക്നിക് വിച്ച് യൂസസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും, ക്യാപിറ്റൽ കുറവായിരിക്കും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് യന്ത്രങ്ങളൊക്കെ എടുക്കുക, യന്ത്രങ്ങൾ കുറവായിരിക്കും, പക്ഷേ ലേബേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരിക്കും. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ.
എന്താണത്? ഇറ്റ് ഈസ് ദ ടെക്നിക് വിച്ച് യൂസസ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതുപോലെ ലേബേഴ്സിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് ടെക്നിക്സ് ഉപയോഗിക്കണം എന്നതിനെയാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഇറ്റ് മീൻസ് ദ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്താണ്? പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനപരമായ വിതരണത്തെയാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പ്രധാനമായും 4 തിരിച്ചിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതായത് ഭൂമി, അധ്വാനം, മൂലധനം, സംഘാടനം. ഈ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫലം ഏതൊക്കെയാണെന്ന് നോക്കാം. ലാൻഡിന് കിട്ടുന്ന പ്രതിഫലമാണ് റെൻറ്റ്, ലേബറിന് ലഭിക്കുന്നത് വേജ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. റെൻ്റ് എന്ന് പറയുന്നത് പാട്ടം അല്ലെങ്കിൽ വാടക, വേജ് വേതനം, ഇൻട്രസ്റ്റ് പലിശ, പ്രോഫിറ്റ് ലാഭം. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC, ഉൽപ്പാദന സാധ്യത വക്രം. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. നമുക്കതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ദ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. അതായത് ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങളെ ചേർത്ത് വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഗ്രാഫിനെ അല്ലെങ്കിൽ ചിത്രത്തിനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 2 സവിശേഷതകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഈ ഒരു കർവ് നമ്മൾ താഴെ കൊടുത്ത ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ വരച്ചിരിക്കുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് വരച്ചിരിക്കുന്ന താഴോട്ട് ചരിച്ച് വരയ്ക്കുന്ന ഒരു കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. അത് ആരംഭ ബിന്ദുവിന് കോൺകേവ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഈ മുകളിലേക്ക് നിൽക്കുന്ന ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഷേപ്പിനെയാണ് കോൺകേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ. അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. ഇനി എങ്ങനെയാണ് സെൻട്രൽ പ്രോബ്ലംസിനെ ഗ്രാഫിലൂടെ നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്? അപ്പോൾ 2 ഗുഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ X ആക്സിസ് വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ Y ആക്സിസും വരച്ചിട്ടുണ്ട്. X ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് വെയിറ്റ് ആണ്, Y ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് പ്രൈസ് ആണ്. ഇനി ഫസ്റ്റ് PP എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗ്രാഫിൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ വരച്ചിരിക്കുന്ന പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ താഴെ വരച്ചിരിക്കുന്ന പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ വലതുവശത്ത് വരച്ചിരിക്കുന്ന ലൈന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള പോയിന്റുകൾ അതേതൊക്കെയാണ്? QRS. ഈ 3 പോയിന്റുകളും വരച്ചിരിക്കുന്നത് PPCയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ പൂർണ്ണവും കാര്യക്ഷമവുമായ വിനിയോഗം. ഇവിടെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? അവയെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിഭവങ്ങളെ അല്ലെങ്കിൽ റിസോഴ്സസിനെ വിനിയോഗിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് താഴെ വരച്ചിരിക്കുന്ന പോയിന്റ്, അതായത് U എന്ന് പറയുന്ന പോയിന്റ്. അതെന്തിനെ സൂചിപ്പിക്കുന്നത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ അപൂർണമായ വിനിയോഗം. ഇവിടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ ലഭ്യമാണ്, പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തത് നമ്മളൊരു ഷിഫ്റ്റാണ് കാണിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ റൈറ്റ് സൈഡിലേക്ക് വരച്ചിട്ടുണ്ട്. P' എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫിലൂടെ ഈ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ക്ലാസ് എല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.